ഇപ്പോൾ പല ആൻഡ്രോയിഡ് ഫോൺസിലും ആപ്പ് ഡ്രോവർ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഹോം സ്ക്രീനും ഉണ്ട്, അതുപോലെ തന്നെ ആപ്പ് ഡ്രോവറും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ അത്യാവശ്യമുള്ള ആപ്പുകളൊക്കെ വെച്ചാൽ മതി. ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ ഹോം സ്ക്രീനിൽ നിന്ന് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കുറേ ആപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യമുള്ള ആപ്പുകൾ മാത്രമായിരിക്കും ഹോം സ്ക്രീനിൽ വരിക. പിന്നെ അത്യാവശ്യമില്ലാത്ത ആപ്പുകൾ നമുക്ക് ആപ്പ് ഡ്രോവറിൽ പോയിട്ട് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ അത്യാവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ ഹോം സ്ക്രീനിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു എക്സാമ്പിളിന് എനിക്ക് ഈ ഒരു മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ ഇവിടെ വേണ്ട, അത് അത്ര അത്യാവശ്യമില്ല. അത് ഈ ഒരു ഹോം സ്ക്രീനിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് നീക്കുമ്പോൾ ഇപ്പം പോക്കോയുടെയും റെഡ്മിയുടെ ഒക്കെ ഫോണിൽ മുകളിൽ അൺഇൻസ്റ്റാൾ അതുപോലെ തന്നെ റിമൂവ് എന്നിങ്ങനെ 2 ഓപ്ഷൻസ് വരുന്നതായിരിക്കും. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട, ജസ്റ്റ് ഹോം സ്ക്രീനിൽ നിന്ന് മാത്രം റിമൂവ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു റിമൂവ് എന്നുള്ള ഭാഗത്തോട്ട് വരിക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്യുക. പിന്നെ ചിലതിൽ ഡിലീറ്റ് ഫ്രം ഹോം സ്ക്രീൻ എന്നുള്ളതായിരിക്കും വരുന്നുണ്ടാവുക, എൻ്റെ ഇതിൽ റിമൂവ് ആണ് വരുന്നത്. പിന്നെ ചിലതിൽ താഴെയായിരിക്കും ഈ ഓപ്ഷൻസ് കാണിക്കുക. ബ്രാൻഡുകൾക്ക് അനുസരിച്ചിട്ട് ഇത് മാറുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇത് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ കൊണ്ടുപോയി ഇടരുത്, മറ്റേ ഓപ്ഷനിൽ കൊണ്ടുപോയിടുക, റിമൂവ് അല്ലെങ്കിൽ ഡിലീറ്റിൽ കൊണ്ടുപോയി ഇടുക. അപ്പം അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ആപ്പ് ഇവിടെ ഹോം സ്ക്രീനിൽ നിന്ന് റിമൂവ് ആവുന്നതായിരിക്കും. ഇപ്പം ആ ഒരു ആപ്പ് ഇവിടെ ഇല്ല. ഇനി ആപ്പ് ഡ്രോവറിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ കാണാം. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻഡ്രോയിഡ് ഫോൺസിൽ ആപ്പ് ഡിലീറ്റ് ചെയ്യാതെ ഹോം സ്ക്രീനിൽ നിന്ന് മാത്രം ഒഴിവാക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.